നമസ്കാരം. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പോയ കോടാലി എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഇടക്കാലത്ത് ഈ പറയുന്ന പോലെ വർഗീയത ലേശം അല്ല, വലിയ കാര്യമായി തന്നെ തലയ്ക്ക് പിടിച്ച ഒരു അവസ്ഥയിലാണ് ശരിക്കും ഇപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശ്രീനാരായണീയൻ എന്നുള്ള നിലയിൽ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു നേതാവായിട്ടാണ് പലപ്പോഴും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ നമുക്കൊക്കെ കേരളത്തിലുള്ള SNDP യോഗത്തിനുള്ളിൽ തന്നെയുള്ള പലർക്കും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ നയങ്ങൾ ശരിയല്ല, ഒരു സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് തിരിച്ചറിവ് കൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു സംഘടനയായി ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഗോകുലം ഗോപാലന്റെ മേൽനോട്ടത്തിലും നേതൃത്വത്തിലും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിലായി യൂണിയൻ ഓഫീസുകൾ അടക്കമുള്ള നിരവധി പ്രവർത്തകർ, കാര്യം വെള്ളാപ്പള്ളി നടേശനിൽ മടുപ്പ് തോന്നിയ പലരും അതിലേക്ക് തിരിച്ച് ഈ പറയുന്ന ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച തത്വങ്ങൾക്ക് നേരെ വിപരീതമായി, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ള പ്രവൃത്തികളാണ് പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ സമുദായ നേതാവിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം എന്ന് കേട്ടാലേ വെള്ളാപ്പള്ളി നടേശന്റെ കാലിലൂടെ ഒരു വിറയൽ അങ്ങോട്ട് കയറും. മലപ്പുറം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു വിറയലാണ്. എന്തിനാണ് ഈ വിറയൽ? മലപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ, കേരള സംസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ആ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഈ ആലപ്പുഴ കിടക്കുന്ന വെള്ളാപ്പള്ളി നടേശന് എന്തിനാണ് ഈ കാലയിൽ ഇത്ര തരിപ്പുണ്ടാവുന്നത്? അത് മാത്രമാണ് മനസ്സിലാവാത്തത്. ഇതിനെയാണ് പച്ചയ്ക്ക് വർഗീയത എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. മതം ഏതായാലും, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് പറയുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്നാവാത്ത മനുഷ്യന്മാർ ഇനി ഏത് മതത്തിലാണെങ്കിലും ഒരു പ്രയോജനമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരു അർത്ഥം. ഒരിക്കലും നന്നാവാത്ത മനുഷ്യൻ ഏത് മതത്തിലാണെങ്കിലും ഒരു കാര്യമില്ല. അത് തന്നെയല്ലേ നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അതെ. മലപ്പുറം എന്ന് പറയുന്ന അവിടെ എന്തോ വർഗീയത അവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ല എന്നുള്ള ഒരു ധാരണ, അത് തെറ്റാണ്. ഞാൻ പലപ്പോഴും മലപ്പുറം എന്ന് പറയുന്ന ഒരു നാടിനെക്കുറിച്ച്, ഒരു ജില്ലയെക്കുറിച്ച്, അവിടെ നാട്ടുകാരുടെ മനസ്സിനെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അവിടെയുള്ളവർ എങ്ങനെയുള്ളവരാണ് എന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അവിടെ എന്തിനും മലപ്പുറത്ത് പോകുന്നു, മലപ്പുറത്ത് നിന്ന് അനുവാദം വേണം, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും. സർക്കാരിൻ്റെ കാര്യമാണ് പറയുന്നത്. സർക്കാരിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ മലപ്പുറത്ത് പോയി അനുവാദം വാങ്ങണം അത്രേ. എന്തിനാണ് മലപ്പുറത്ത് പോയി അനുവാദം വാങ്ങുന്നത്? സർക്കാർ ഏതെങ്കിലും ഒരു തീരുമാനം വാങ്ങണം മലപ്പുറത്ത് പോയി എടുത്തിട്ടുണ്ടോ? ക്രിസ്മസിൻ്റെയും അതോടൊപ്പം തന്നെ പെരുന്നാളിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കാനും ലീവ് അന്വേഷിക്കാനും മലപ്പുറത്ത് പോയാലേ കിട്ടുകയുള്ളൂ അത്രേ. മലപ്പുറത്ത് പോയാലേ അവിടുന്ന് അനുമതി കൊടുക്കണം. സൂംബ അത് നടപ്പിലാക്കണമെന്നൊരു ചോദിക്കണം. പാഠ്യ സമയം വർദ്ധിപ്പിക്കണോ വേണ്ടയോ? മലപ്പുറത്തു നിന്ന് അനുവാദം വേണം. എന്തിനാ മലപ്പുറത്തും അനുവാദം? സൂംബയുടെ കാര്യത്തിൽ സർക്കാർ എടുത്ത തീരുമാനത്തിൽ നിന്ന് 1 ഇഞ്ച് സർക്കാർ പുറകോട്ട് പോയോ? സർക്കാർ അതിൻ്റെ ആവശ്യമില്ല. ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്തിനാണ് ഈ മലപ്പുറത്ത് കിടന്ന് തൂങ്ങുന്നതിൻ്റെ ആവശ്യം എന്നാണ് മനസ്സിലാവാത്തത്. ഇതേപോലെ വിദ്വേഷ പ്രചരണം നടത്തിയ, പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ട കീരിയും പാമ്പോ അത് വേറൊരു കാര്യം. PC ജോർജും വെള്ളാപ്പള്ളി നടേശനും ആ രണ്ടുപേരും തട്ടി നിൽക്കുന്നവരാണ്. പക്ഷെ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമാണ്, ഇസ്ലാമോഫോബിയ എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് രണ്ടുപേർക്കും, ഈ PC ജോർജിനുണ്ട്, ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനുമുണ്ട്. ഇതങ്ങ് കടുത്ത ഇതായി മാറിയിരിക്കുകയാണ്, കടുത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. മലപ്പുറത്ത് പോയി അനുവാദം വാങ്ങണം അത്രേ. സൂംബ വിവാദത്തിൽ എവിടെയാണ് അനുവാദം വാങ്ങിയിട്ടുള്ളത്? മലപ്പുറത്തു നിന്ന്. അവർ സമരം ചെയ്യട്ടെന്നേ. അവർക്ക് തെറ്റിദ്ധാരണയുള്ള കുറച്ചധികം ഈ പറയുന്ന പോലെ ഇടുങ്ങിയ ചിന്താഗതിക്കാർ അവർ സമരം ചെയ്യും. സൂംബ വേണ്ട. അതേസമയം വിശാലമായി ചിന്തിക്കുന്ന നല്ല ആൾക്കാരുണ്ടെന്നേ മലപ്പുറത്ത്. അവർക്ക് ഈ സൂംബ എന്ന് പറയുന്നൊരു വലിയ വിഷയമേ അല്ല. എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായതാണ്. അടുത്ത ഇനി കോട്ടയത്തെ കൂടെ കയറി പിടിച്ചിരിക്കുകയാണ്. കോട്ടയം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ ആധിപത്യത്തിലാണ് കോട്ടയം നിൽക്കുന്നത്. ഒരു വിഭാഗത്തിന്റെ ചില സമുദായങ്ങളുടെ കുത്തകയാണ് കോട്ടയം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ജില്ല പിടിക്കുകയാണ്, അടുത്ത കോട്ടയം. ഇനി ക്രൈസ്തവർക്കെതിരെയാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങൾക്കെതിരെ ആയിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത ലക്ഷ്യം ക്രൈസ്തവരും കൂടി ചേർത്തിട്ടാണ്. ഇതിനകത്ത് കയറി വരുന്നതാണ് മറ്റേ PC ജോർജ് എന്ന് പറയുന്ന ആള്. അതും തീവ്ര ഇസ്ലാമോഫോബിയ തലയ്ക്ക് പിടിച്ച ഒരാളാണ്. ഈ പറയുന്ന ക്രിസംഗി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ നിൽക്കുന്ന ഒരാളാണ്
പി സി ജോർജിനോടുള്ള എതിർപ്പാണ് ഈ രൂപത്തിൽ കോട്ടയം എന്ന് പറയുന്ന ഒരു ജില്ല ഒരു സമുദായക്കാരുടെ പിടിയിലാണെന്നും അവരുടെ ആധിപത്യത്തിലാണെങ്കിലും അവരുടെ കുത്തകയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ജില്ലക്കാരെ കുറിച്ചും ഇങ്ങനെ പറയാനുള്ള അവകാശം, അധികാരം വെള്ളാപ്പള്ളി നടേശന് കൊടുത്തത് ആരാണ്? എന്തായാലും സർക്കാരല്ല. ഇതിനൊക്കെ അധികാരം കൊടുക്കുകയും വേണ്ട. അതാണ് വേറൊരു കാര്യം. നാക്കിന് എല്ലില്ലാത്തവരോടും തികഞ്ഞ മതതീവ്രവാദികൾക്ക് മാത്രമേ ഈ രീതിയിൽ ഒരു നാടിനെ തന്നെ അപഹസിക്കുന്ന തരത്തിൽ ചില മതങ്ങളുടെയും ചില വിഭാഗക്കാരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ് ചില ജില്ലകളെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം. മതതീവ്രവാദം എന്ന് പറയുന്നത് അത് ഹിന്ദു തീവ്രവാദമാണെങ്കിൽ പോലും അങ്ങനെ ഉള്ളിൽ വിഷം നിറഞ്ഞിരിക്കുന്നവർക്കേ പറ്റൂ. ശ്രീനാരായണീയ ആശയങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്കും ഈ രീതിയിലുള്ള ചിന്താഗതി ഉണ്ടാകില്ല. അദ്ദേഹത്തിന് അങ്ങനെയല്ലല്ലോ. ഈ ആർക്കെന്ത് പ്രശ്നം വന്നാലും എനിക്കുണ്ടാക്കണം പണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മതത്തെ വഞ്ചിച്ചിട്ടാണെങ്കിൽ സ്വന്തം സമുദായത്തെ കുറെ കാലമായി ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ വെള്ളാപ്പള്ളി നടേശൻ. നമുക്കറിയാം, കുറെ കാലമായി സ്വന്തം സമുദായത്തെയും സ്വന്തം സമുദായത്തിലെ അംഗങ്ങളെയും ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇവിടെ എന്ത് നേട്ടം വെള്ളാപ്പള്ളി നടേശനിലൂടെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ശ്രീനാരായണീയർ എന്ന് വിളിക്കുന്ന ആ സമുദായത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കി അറിയാൻ പറ്റുമല്ലോ. അവരെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന ഫണ്ട് വരെ അടിച്ചു മാറ്റിയില്ലേ? ഏതാണ്? മൈക്രോ ഫിനാൻസിന്റെ പേരിൽ എത്ര കോടിക്കണക്കിന് രൂപയിൽ അവിടെ അഴിമതി കാണിച്ചത്, തട്ടിപ്പ് കാണിച്ച പച്ചയ്ക്ക് ആ പറയുന്ന കുടുംബങ്ങളെ, അതായത് ഈഴവ സമുദായത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള സാധാരണക്കാരായ കുടുംബങ്ങളെ മൈക്രോ ഫിനാൻസിന്റെ പേരിൽ നിലം തൊടാതെ പറ്റിച്ചില്ലേ, വഞ്ചിച്ചില്ലേ? ഈ പറയുന്ന ആളാണ് സമുദായ പുനരുദ്ധാരണം, സമുദായ ഉദ്ധാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നിട്ടിപ്പോൾ BJPയുടെ തണല് കയറ്റി പിടിച്ചുകൊണ്ട് NDAയിലേക്ക് ചേരാൻ വേണ്ടി ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി കുറച്ച് കാലമായിട്ട് അതിൻ്റെ കൂട്ടത്തിലാണ്. NDAക്കകത്താണ്. ഇപ്പോൾ NDA മുന്നിൽ BDJS എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. എന്നിട്ട് മലപ്പുറംകാരെയും കോട്ടയംകാരെയും ഈ പറയുന്ന മുസ്ലിങ്ങളെ എല്ലാം തെറിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇതല്ലേ സത്യത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സമുദായത്തിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് ഇവിടെ ശ്രമിച്ച് നടപ്പിലാക്കിയത്? സ്വന്തം പോക്കറ്റ് വീർപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ എന്താണ് സമുദായത്തിന് വേണ്ടി ചെയ്തതെന്ന് ആർക്കെങ്കിലും, ഈ കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ നല്ലത് പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.